Hi all, once again welcome to Cuisine 1973. ഇന്നലെ ഉണ്ടാക്കിയ പനീറിൻ്റെ വെച്ചിട്ട് ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. പനീർ ബട്ടർ മസാല അല്ലെങ്കിൽ പനീർ മഖനി എന്ന് പറയും. റെസിപ്പിയിലേക്ക് പോവാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. കാരണം ഡയറക്റ്റ് ഓരോ സാധനങ്ങൾ ഇടുമ്പം അടുക്കി പിടിക്കാതിരിക്കാനാണ്. ചോപ്ഡ് ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് അണിയൻ, ഒരു ചെറിയ സ്മോൾ അണിയൻ മതിയാവും. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്ത്, പിന്നെ വെളുത്തുള്ളി 3-4 അല്ലി വെളുത്തുള്ളി, ഒരു കറുകപ്പട്ട, 2-3 ഏലക്ക, 3-4 ഗ്രാമ്പു, പിന്നെ ബേ ലീഫ് എന്ന് പറയും, പട്ടയില, 1/2 ടീസ്പൂൺ ടു 1 ടീസ്പൂൺ വരെ മുളക് പൊടിയുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, അല്ലാത്തവർക്ക് ഇത് കുറച്ച് ആഡ് ചെയ്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇടയ്ക്ക് നോക്കണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിനൊരു ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പം. നല്ല വെന്ത് ഉടഞ്ഞ് കിട്ടണം. അതിലേക്ക് വേണ്ടി കുറച്ചും കൂടെ വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. ഒരു 8-10 കാഷ്യൂ നട്ട്സ്, പിന്നെയും കുറച്ചുകൂടെ വേവുക. കാഷ്യൂ നട്ട്സും കൂടെ കുറച്ചൊന്ന് വെന്ത് കിട്ടണം. കുറച്ചുകൂടെ വേവിക്കാനുണ്ട്. നല്ല വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ബേ ലീഫും പട്ടയുടെ ഇതും ഒക്കെ എടുത്ത് മാറ്റണം. അത് അരയ്ക്കണ്ട അതിൻ്റെ കൂടെ. അത് കാരണം ഇതിനൊരു റെഡ് കളർ, ഓറഞ്ചിഷ് കളറാണ് നിൽക്കേണ്ടത്. ഇത് നമുക്ക് നല്ല പേസ്റ്റാക്കി ഗ്രൈൻഡ് ചെയ്യാം. നല്ല പേസ്റ്റ് ആവണം, ഫൈൻ പേസ്റ്റ് ആവണം. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ചങ്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കുക. ഇനിയിപ്പോൾ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് സോട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു 1/2 ഇഞ്ച് കഷ്ണം ചോപ്ഡ് ആക്കി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് അരച്ച് വേണമെങ്കിൽ ആഡ് ചെയ്യാം. 2-3 പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ബട്ടറിൽ കിടന്ന് നല്ല ഒരു ഫ്ലേവർ വരണം അതിൻ്റെ. ഇനി പനീർ പീസസ് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് ബട്ടറിൽ അതും ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഗ്രേവി ഒഴിക്കുകയാണ്. നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ഗ്രേവി ആയിരിക്കണം ഈ പനീർ ബട്ടർ മസാലയുടെ. അതുകൊണ്ടാണ് ചങ്ക്സ് ഒന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നല്ല ഫൈനായിട്ട് അരയ്ക്കണം. ഗ്രേവി നന്നായി തിളയ്ക്കണം. ഇനിയിപ്പോൾ ഞാൻ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്രീം നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പാലിൽ നിന്ന് എടുത്ത് വെക്കുന്ന മലായിയാണിത്. ക്രീം മാറ്റി വെക്കാറുണ്ട്. അത് നമുക്ക് അതും ഹോം മെയ്ഡാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു റിച്ച്നെസ് കിട്ടാനാണ് ഈ ക്രീം കാഷ്യൂ നട്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് കസൂരി മേത്തി എന്ന് പറയും. ഇത് ഉലുവേല ഉണക്കി പൊടിച്ചതാണത്. അത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് ആഡ് ചെയ്താൽ മതി. ഈ ഒരു ഡിഷിൽ കസൂരി മേത്തി അതിനൊരു ഫ്ലേവർ കിട്ടുന്ന നല്ലതാണ്. സോൾട്ട് ഒന്ന് ചെക്ക് ചെയ്തോളുക. കാരണം ഇതിൽ ഒരുപാട് ഉപ്പ് മുന്നിട്ട് നിന്ന് കഴിഞ്ഞാൽ കൊള്ളില്ല. മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. പനീർ ബട്ടർ മസാല റെഡി. Thank you for watching.